അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം മൺചട്ടി ചൂടാക്കുക. മൺചട്ടി തന്നെ എടുക്കാൻ നോക്കണം കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ശേഷം നമുക്കതിലേക്ക് ഉലുവ പൊട്ടിക്കാം. വേണമെങ്കിൽ കടുകൂടി പൊട്ടിച്ചോളൂ കേട്ടോ, ചട്ടി പൊട്ടിക്കാതിരുന്നാൽ മതിയേ. ശേഷം ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇട്ട് മൂപ്പിക്കുക. പച്ചമുളക് വേണമെങ്കിൽ ഇട്ടോളൂ. ശേഷം ഒരു സവാളയുടെ പകുതി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ പൊടികൾ പോരട്ടെ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. മുളക് എടുക്കുമ്പോൾ കാശ്മീരി ചില്ലി തന്നെ ഇട്ടോളൂ, കുറച്ച് കളറായിക്കോട്ടെ. ശേഷം ഒരു ചെറിയ തക്കാളി കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മുടെ കുടംപുളി കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് തിളപ്പിക്കാം. ശേഷം നമ്മുടെ സുന്ദരനും സുമുഖനുമായ മത്തി ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ അങ്ങടെ ഇങ്ങോട്ടും ഒന്ന് മിക്സ് ആയി കൊടുക്കുക. അവസാനമായി നമ്മൾ ചേർക്കുന്നത് നമ്മുടെ വറുത്ത് പൊടിച്ച ചെറിയ ജീരകമാണ് കേട്ടോ. ഇതിടുമ്പോഴാണ് എൻ്റെ പൊന്നു മാഷേ നമ്മുടെ കറിയുടെ രൂപവും ഭാവവും രുചിയും എല്ലാം അങ്ങോട്ട് കൊഴുക്കുന്നത്. പിന്നീട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മത്തിമുളകിട്ടത് റെഡിയായി മക്കളെ. ഇനിയിപ്പോൾ ഇത് എന്തിൻ്റെ കൂടെ കഴിക്കണം എന്നാണ് കൺഫ്യൂഷൻ. കപ്പ വേണോ, ചോറ് വേണോ, പത്തിരി വേണോ? എന്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാം. എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കട്ടോ.